ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട വിധികർത്താക്കളെ, ബഹുമാന്യരായ വൈദികരെ, അധ്യാപകരെ, സിസ്റ്റേഴ്സ്, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ദിയ ഡോണി 10Bയിൽ പഠിക്കുന്നു. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം തിരുവചനം. ഇതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. സുവിശേഷത്തിലെ അതിമനോഹരമായ, അതിലേറെ ധീരമായ തിരുവചനം. ഇത് ആരുടെ വാക്കുകളാണെന്ന് നമുക്ക് സുപരിചിതമാണ്. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടേതാണ് ഈ വാക്കുകൾ. ലാസറിനെ ഉയർപ്പിക്കാൻ യേശു തിരികെ യഹൂദയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. കാരണം അവിടെ യേശുവിനെ കൊല്ലാൻ ആളുകൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ തോമാസ് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഇന്ന് ഈ തിരുവചനം നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനോടൊപ്പം നടക്കാൻ നാം എത്രത്തോളം തയ്യാറാണ്? എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹനങ്ങളും ഉള്ളപ്പോൾ അവിടുത്തോടു കൂടെ നിൽക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അളവുകോൽ. ഒരു വലിയ പ്രതിസന്ധി മുന്നിലുണ്ടെന്നറിഞ്ഞിട്ടും യേശുവിനെ ഉപേക്ഷിക്കാൻ തോമാസ് തയ്യാറായില്ല. ഇന്ന് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ശാരീരികമായി മരിക്കാനല്ല, പകരം നമ്മുടെ സ്വാർത്ഥതയോടും അഹങ്കാരത്തോടും പാപങ്ങളോടും ദുശീലങ്ങളോടും മരിക്കാനാണ്. സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മെ ചിലപ്പോ പലരും പരിഹസിക്കാം. ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളരുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മെ കളിയാക്കാം. എന്നാൽ അപ്പോഴൊക്കെയും യേശുവിനെ ഉപേക്ഷിക്കാതെ അവിടുത്തെ വഴിയിൽ സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. യേശു നമ്മെ വിളിക്കുന്നത് സുഖകരമായ ഒരു ജീവിതത്തിലോട്ടല്ല, കുരിശ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലോട്ടാണ്. എന്നാൽ ആ കുരിശിന്റെ അറ്റത്ത് വിജയവും ഉയർപ്പും ഉണ്ടെന്ന് യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ അവിടത്തേക്ക് വേണ്ടി എടുക്കുന്ന ഒരു ത്യാഗവും ഒരിക്കലും വെറുതെ ആകുകയില്ല. അവനോടൊപ്പം മരിക്കാൻ എന്നതിന്റെ അർത്ഥം നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം പുതിയ ജീവിതം ആരംഭിക്കുക എന്നതാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും സ്നേഹത്തിൽ പെരുമാറുമ്പോഴും സത്യത്തിൽ ജീവിക്കുമ്പോഴും നാം യേശുവിനോടൊപ്പം പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ വളരുക എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, അവ പ്രവൃത്തിയിൽ കൂടെ പ്രകടമാകണം. ഓരോ ദിവസവും ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയും നമുക്ക് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യരാകാം. അങ്ങനെ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും പറയാം, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.